നമസ്കാരം. ഓ ഓ ഓ കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 11 31 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാർ സീതയോടൊന്നിച്ച് വളരെയധികം മുനിമാർ താമസിക്കുന്ന ആശ്രമ മണ്ഡലത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവരവിടെ ഓരോന്നിലും മാറി മാറി സുഖമായിട്ട് താമസിച്ചു. ചിലയിടത്ത് 1 മാസം, ചിലയിടത്ത് 6 മാസം, ചിലയിടത്ത് 10 മാസം, ചില സ്ഥലങ്ങളിൽ 1 കൊല്ലം. അങ്ങനെ ഓരോ മുനിമാരുടെയും ആശ്രമങ്ങളിൽ യാതൊരു വിഷമവും കൂടാതെ സന്തോഷമായിട്ട് അവരവിടെ 10 സംവത്സരം വസിച്ചു. പിന്നെ സുധീഷ്ണ മഹർഷി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് ചെല്ലണമെന്ന്. അങ്ങനെ അവിടേക്ക് പോയി അവിടെയും കുറച്ചു നാൾ താമസിച്ചു. അപ്പോൾ അഗസ്ത്യ മഹർഷി ഈ വനത്തിലെവിടെയോ വസിക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. എവിടെയാണ് ആ പ്രദേശമെന്ന് അറിഞ്ഞുകൂടാ. അതൊന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് ശ്രീരാമൻ സുധീഷ്ണ മഹാമുനിയെ അറിയിക്കുന്നു. ശ്ലോകം 32. കുത്രാശ്രമപദം രമ്യം മഹർഷേസ്തസ്യ ധീമതഃ പ്രസാദാർത്ഥം ഭഗവതഃ സാനുജ സഹസീതയാ. എവിടെയാണ് ആ ധീമാനായ മഹർഷിയുടെ മനോഹരമായ ആശ്രമം? അനുജനോടും സീതയോടും കൂടി ഭഗവാനായ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാൻ ആഗ്രഹിക്കുന്നു. ശ്ലോകം 33 34. അഗസ്ത്യമധിഗച്ഛേയം അഭിവാദയിതും മുനിം മനോരഥോ മഹാനേഷ ഹൃദി സംപരിവർത്തതേ. യദഹം തം മുനിവരം ശുശ്രൂഷേയാമപി സ്വയം ഇതി രാമസ്യ സമുനിഃ ശ്രുത്വാ ധർമാത്മനോ വചഃ. അഗസ്ത്യ മഹർഷിയെ സന്ദർശിച്ചു വന്ദിക്കണമെന്ന് മനസ്സിൽ വലിയ ആഗ്രഹം നിലകൊള്ളുന്നു. ആ മുനിവരനെ പരിസേവിക്കണമെന്നുള്ള ആഗ്രഹം. ശ്ലോകം 35. സുധീഷ്ണ പ്രത്യുവാചേദം പ്രീതോ ദശരഥാത്മജം അഹമപ്യേതദേവ ത്വാം വക്തുകാമസലക്ഷ്മണം. ശ്ലോകം 35 അർത്ഥം: ഇപ്രകാരം ധർമാത്മാവായ രാമൻ പറഞ്ഞത് കേട്ടിട്ട് ദശരഥാത്മജനിൽ പ്രീതനായിക്കൊണ്ട് സുതീക്ഷ്ണമുനി മറുപടി പറഞ്ഞു: ഞാൻ അങ്ങോട്ട് പറയണമെന്ന് കരുതിയതായിരുന്നു, അങ്ങയോടും ലക്ഷ്മണനോടും. ശ്ലോകം 36. അഗസ്ത്യമഭിഗച്ഛേതി സീതയാ സഹ രാഘവ ദൃഷ്ട്വാത്യുദാനീമർത്ഥേസ്മിൻ സ്വയമേവ ബ്രവീഷി മാം അയമാഖ്യാമി തേ രാമ യാത്രാഗസ്ത്യോ മഹാമുനിഃ. രാഘവ, സീതയോടുകൂടി അഗസ്ത്യ മഹർഷിയെ ചെന്ന് കാണുക എന്ന്. അപ്പോൾ ദൈവഗത്യ ഇതേ കാര്യം അങ്ങ് തന്നെ എന്നോട് ചോദിക്കുന്നു. രാമ, അഗസ്ത്യ മഹർഷി എവിടെയാണെന്ന് ഞാൻ പറയാം. അഗസ്ത്യ മഹർഷിയെ ചെന്ന് കാണണമെന്ന് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചപ്പോഴാണ് രാമൻ ഈ കാര്യം ഇങ്ങോട്ട് ചോദിക്കുന്നത്.
അപ്പോൾ ഞാൻ പറയാമെന്ന് മുനി രാമനോട് പറയുന്നു. ശ്ലോകം 37. യോജനാന്യശ്രമാത്താത യാഹി ചത്വാരി വൈ തതഃ ദക്ഷിണേന മഹാച്ഛി മാനഗസ്ത്യഭ്രാതുരാശ്രമഃ. ഈ ആശ്രമത്തിൽ നിന്ന് തെക്കോട്ട് 4 യോജന പോയാൽ അഗസ്ത്യ മഹർഷിയുടെ ഭ്രാതാവിൻ്റെ മഹത്തും ശ്രീമത്തുമായ ആശ്രമമുണ്ട്. ശ്ലോകം 38. സ്ഥലീ പ്രായവനോദ്ദേശേ പിപ്പലീവനശോഭിതേ ബഹു പുഷ്പഫലേ രമ്യേ നാനാവിഗഹനാദിതേ. നിരപ്പായ വനപ്രദേശം, ശോഭിക്കുന്ന പിപ്പലീവനം, പുഷ്പഫലങ്ങൾ നിറഞ്ഞത്, നാനാ പക്ഷികളുടെ ഗാനങ്ങൾ മുഴങ്ങുന്നത് എന്നിങ്ങനെയുള്ള മനോഹരമായ പ്രദേശം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. 38 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്.